നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തു. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വൻ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു കല്ലറ പൊളിക്കൽ. ഫോറൻസിക് സർജൻമാരും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കല്ലറ പൊളിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അപ്പം അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തീർത്തും ജീർണിച്ച അവസ്ഥയിലായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത്. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെ ആയിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി? വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുന്നുള്ള എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു? നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗോപാൽ ശിലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, സമാധാനപരമായി തന്നെ പൊളിക്കൽ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇന്നുണ്ടായിട്ടില്ല. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗോപന്റേതെന്ന് തന്നെ കരുതുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതിന് പിന്നാലെ കുടുംബത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ദിവ്യ, അത് തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി വരേണ്ടത്. ഈ കുടുംബത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നു ഈ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അധിഘട്ടത്തിൽ ഈ സമാധി മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ പരാതികൾ പോലീസ് സ്റ്റേഷനിലെത്തുകയും അത് വലിയ ചർച്ചയാവുകയും ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ട് കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അന്ന് സമാനതകളില്ലാത്തൊരു പ്രതിഷേധം പല തരങ്ങളിലുള്ള, അതായത് കുടുംബം ഈ കല്ലറയ്ക്ക് സമീപം കിടന്ന് നിലവിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അടക്കമുണ്ടായി. തുടർന്ന് പിന്നാലെ തന്നെ വലിയ ഇതിനെ തുണച്ചും പിന്തുണച്ചും എതിർത്തുമുള്ള 2 കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വിഷയമെത്തുന്നതും കല്ലറ പൊളിക്കുന്നതിൽ തടസ്സമില്ല എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ കല്ലറ പൊളിക്കൽ നടപടി നടന്നത്. രാവിലെ 6 മണിയോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. തുടർന്ന് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായതോടുകൂടി തന്നെ സബ് കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ഈ പൊളിക്കൽ പരിപാടി അല്ലെങ്കിൽ ആ ഒരു നടപടി തുടങ്ങുകയുമായിരുന്നു. അധിക നേരം എടുത്തില്ല ഈ കല്ലറ പൊളിക്കുന്നതിന്. കല്ലറ പൊളിച്ചപ്പോൾ ഇതിൽ കുടുംബം പറഞ്ഞതുപോലെ തന്നെ ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ മൃതദേഹത്തിന് നെഞ്ചൊപ്പം ഭസ്മവും സുഗന്ധ ദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളും അടക്കം ഇട്ട് നിറച്ച ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അരയ്ക്ക് താഴേക്ക് മാത്രമാണ് ഇതിൽ ജീർണിച്ച ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അത്ര അഴുകിയ 7 ദിവസമായിട്ടുണ്ടെങ്കിൽ പോലും അത്ര അഴുകിയ ഒരു സ്ഥിതി ഈ മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഫോറൻസിക് സർജൻ അടക്കമുള്ളവർ ഈ മൃതദേഹം പരിശോധിക്കുകയും മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. സാധാരണഘട്ടത്തിൽ അടിയന്തര സ്വഭാവമുള്ളതോ എന്തെങ്കിലും തരത്തിൽ വളരെ ജീർണാവസ്ഥയിലുള്ളതോ ആയിട്ടുള്ള മൃതദേഹങ്ങളൊക്കെയാണ് മറ്റു വഴികളില്ലാതെ സ്പോട്ട് ഓട്ടോപ്സി അഥവാ തലസ്ഥാനത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നുമുള്ള നിലപാട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ വിദഗ്ധന്മാരും ഫോറൻസിക് വിദഗ്ധന്മാരും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആംബുലൻസ് എത്തിക്കുകയും സ്ട്രെച്ചറിലെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി വരേണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് മരണകാരണം എന്താണ് എന്നുള്ളതാണ്. മരണകാരണവും മരണസമയവും തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി അറിയാനായി ബാക്കിയുള്ളത്. കാരണം ഈ മരണത്തെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന സംശയങ്ങൾ ഇത് രണ്ടിനെയും ചൊല്ലിയാണ്. കാരണം ഈ മരണം എപ്പോഴാണ് നടന്നത്, എങ്ങനെയാണ് ഈ മരണം നടന്നിരിക്കുന്നത് എന്ന സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മരണം ഈ സമാധിക്ക് മുൻപാണോ അതോ കല്ലറയ്ക്ക് ഉള്ളിൽ വെച്ചാണോ പുറത്തു വെച്ചാണോ എന്ന ചോദ്യമൊക്കെയാണ് നാട്ടുകാരടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യത്തിന് മറുപടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തന്നെ മരണസമയത്തെ ചൊല്ലിയും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. 11:30 മണിക്ക് സമാധിയായി എന്നാണ് കുടുംബം പറയുന്നത്. ആ 11:30 മണി തന്നെയാണോ ഈ സമാധി സമയം
സത്യം എന്നത് സ്ഥിരീകരിക്കേണ്ട വിവരമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി കുടുംബത്തിന്റെ പ്രതികരണം ഏറെ നിർണായകമാണ്. കുടുംബത്തിന്റെ പ്രതികരണത്തിൽ എന്താണ് കുടുംബത്തിന് പറയാനുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിർണായകമായ പ്രതികരണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എതിർപ്പ് ഉന്നയിച്ചവർ ഇന്ന് ഈ പൂജാകർമ്മങ്ങൾ ഇന്നലെ രാത്രി 9 മണി മുതൽ ഏകദേശം അർദ്ധരാത്രി വരെയും പൂജാകർമ്മങ്ങൾ നടന്നു വന്നിരുന്നു. തുടർന്ന് ശേഷം ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ആരംഭിച്ച പൂജാകർമ്മങ്ങൾ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. ആ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ആണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ കല്ലറ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും അതിന്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ തുടങ്ങിയതും. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ വീടിനുള്ളിൽ കയറി കഥകടച്ച കുടുംബത്തിലുള്ള ആരും തന്നെ പുറത്തു വന്നിരുന്നില്ല. വലിയ ഒരു വിമുഖതയാണ് ആ കുടുംബം ഈ കല്ലറ പൊളിക്കൽ നടപടിയോട് കാണിച്ചത്. പക്ഷേ സംയമനം പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധവും വലിയ പ്രതിരോധവും ഉയർത്തിയ കുടുംബം ഇന്ന് പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു ഇടപെടലുകളും നടത്തിയില്ല. പൂർണ്ണമായും നിശബ്ദമായിരുന്നു. സംയമനം പാലിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു എന്തായാലും കുടുംബത്തിന്റെ പ്രതികരണം എന്താകുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അവർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഭരണകൂടത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.